മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായ രണ്ട് അനുഭവങ്ങളായിരുന്നു ഇന്നലെ തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വൈകിട്ട് 7 മണിക്ക് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളന വേദിയിലും ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ഒരു ഉത്തമ മാതൃക മാത്രമായിരുന്നു ഈ രണ്ട് പ്രഭാഷണങ്ങൾ. തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില് ഉച്ചയ്ക്ക് 2:30 മണിക്ക് കൃത്യം പ്രഭാഷണം ആരംഭിച്ചപ്പോൾ ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, നമ്മുടെ പുരാണങ്ങളുടെ പരമമായ ലക്ഷ്യം എന്താണ്, ആ പുരാണങ്ങളിൽ ചരിത്രത്തിൻ്റെ അംശമുണ്ടാകാമെങ്കിലും അത് ചരിത്രഭാഗമായിട്ടും സംഭവിച്ച കാര്യങ്ങളാണ് എന്ന രീതിയിലും അതിനെ ചർച്ച ചെയ്യുന്നതും വിലയിരുത്തുന്നതിനും മുമ്പ് അത് കഥയാണെന്ന് എഴുതിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഓരോ കഥ നമ്മൾ കേൾക്കുമ്പോഴും ആ കഥയെ സിനിമയായിട്ടും സീരിയലായിട്ടും അവതരിപ്പിക്കുമ്പോഴും അത് ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളാണെങ്കിലും ആത്മീയ ജീവിതത്തിലെ കാര്യങ്ങളാണെങ്കിലും ആ കഥകൾ കേൾക്കുമ്പോഴും അതിൻ്റെ ചിത്രീകരണം കാണുമ്പോഴും അത് സംഭവിച്ചതാണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിൽ നിന്നെടുക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നന്മ നിറഞ്ഞ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ എന്ത്, തിന്മ നിറഞ്ഞ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ എന്ത്, സത്യം അസത്യം, ധർമ്മം അധർമ്മം, നീതി അനീതി, ന്യായം അന്യായം, ഹിംസ അഹിംസ തുടങ്ങിയ ദ്വന്ദ്ം, രണ്ട് തരത്തിലെ ഓപ്പോസിറ്റുകളായിട്ടുള്ള വാക്കുകളിൽ നന്മ നിറഞ്ഞ വാക്കുകളുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തിക്ക് എന്തെല്ലാം സംഭവിക്കും, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത് ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് കഥാരൂപത്തിൽ വിവരിക്കുമ്പോൾ ആ കഥയല്ല നമ്മൾ എടുക്കേണ്ടത്, കഥയിൽ നിന്ന് എടുക്കാനുള്ള സന്ദേശങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വിവരിച്ചുകൊണ്ടും, കഥകൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ലെവലിൽ നിന്ന് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ കഥകളും അനുഭവങ്ങളും ചേർത്ത് വിവരിക്കുന്ന രണ്ടാമത്തെ ലെവലിലേക്ക് എത്തണം. അവിടുത്തെ അനുഭവങ്ങൾ ചരിത്രപരമായ അനുഭവങ്ങളാണ്. അവിടുത്തെ കഥകൾ ഈ ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങളിൽ ചരിത്ര പുരുഷന്മാർക്ക് വേണ്ടി പറയുന്ന കഥകളാണ് മഹാഭാരതത്തിലുള്ളതുപോലെ. അങ്ങനെ അനുഭവങ്ങളും കഥകളും ചേർത്ത് വേണം നമ്മൾ ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളിപ്പിക്കാനും. കുറെ കൂടി നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ കഥകളുടെ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ അനുഭവങ്ങളുടെ മാത്രം ആവശ്യം മതി, വിവരണങ്ങൾ മതി. ആ അനുഭവങ്ങളും ചിലർക്കുണ്ടായത് അതേപോലെ നമുക്ക് ഉണ്ടാവണമെന്നില്ല. ആ അനുഭവങ്ങളിൽ ആ സ്പേസും ടൈമും ഒബ്സർവറും ആ വ്യക്തി അയാൾ എവിടെ നിൽക്കുന്നു, ഏത് കാലഘട്ടത്തിൽ നടന്ന അനുഭവമാണ്, ആ വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഒരു അനുഭവം വരുന്നതെങ്കിലും ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം, അതേപോലെയുള്ള അനുഭവം നമ്മൾ അനുഭവിച്ച് അതിലെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അതിലെ ഗുണങ്ങൾ മാത്രം വേർതിരിച്ചെടുത്ത് നമ്മൾ ജീവിതം ആരംഭിക്കാൻ പാകത്തിന് ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ട് ജീവിതത്തിലേക്ക് കടക്കാനുള്ള അത്രയും
കാലം നമ്മൾ ഓരോ വിഷയത്തിലും നന്മ തിന്മകൾ സ്വയം അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് അതിലെ നന്മകൾ നിലനിർത്തി തിന്മകൾ കളഞ്ഞ് ഓരോ വിഷയത്തിലും ജീവിക്കാനുള്ള അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് നന്മ ചെയ്ത വ്യക്തികളുടെ അനുഭവം 5-10 മിനിറ്റ് കൊണ്ട് കേട്ട് ആ നന്മ നമ്മൾ 5-10 വർഷം ജീവിതത്തിൽ പകർത്തിയാൽ വളരെയധികം മാറ്റം നമ്മളുടെ മനസ്സിലും നമ്മളുടെ ജീവിത ശൈലിയിലും പെരുമാറ്റത്തിലും ജീവിത വീക്ഷണത്തിലും തന്നെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് പുരാണത്തിലെ കഥകളും മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും രാമായണത്തിലെ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല. സത്ത് മാത്രം പറഞ്ഞാൽ മതി. ഉപദേശം എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. ഉപദേശം വിവരിക്കുമ്പോൾ കഥകൾ വിവരിക്കുന്ന അത്രയും സമയം വേണ്ട, അനുഭവങ്ങൾ വിവരിക്കുന്ന അത്രയും സമയം വേണ്ട. അത് വിവരിച്ചു കൊടുക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഉപദേശം കൊടുക്കുമ്പോൾ ആ ഉപദേശത്തിലെ വരികൾ കേൾക്കുന്നവന് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് ജീവിതത്തിൽ പകർത്താൻ എളുപ്പമാണ്. ഉപദേശങ്ങൾ ഓർത്തിരിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഉപദേശങ്ങളുടെ ലെവലിലെത്തുമ്പോൾ വേദങ്ങളാണ്. ഉപദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിന് മാർഗദർശകങ്ങളാകുന്നു. ഉപദേശങ്ങൾ ഫർദർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് ജീവിത സത്യങ്ങളാവുന്നത്. അപ്പോൾ വേദമന്ത്രങ്ങൾ ഒരു വരിയിലോ ഒരു ഋക്കിലോ ഒരു സൂക്തത്തിലൂടെയോ വിവരിക്കുന്നത് ജീവിത സത്യങ്ങൾ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരിയിലൂടെ ഉപദേശിക്കാൻ സാധിക്കും. അത് ഉപനിഷത്തിന്റെ ലെവലാണ്. ആ ഉപനിഷത്തിന്റെ ലെവലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എത്ര സംക്ഷിപ്തമായിട്ടാണ് ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് തീരുമാനിപ്പിക്കാൻ നമ്മുടെ മനസ്സിനും നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് സാധിക്കുന്നത്. ഇങ്ങനെ 5 ലെവലിലുള്ള ഗ്രന്ഥങ്ങൾ മറ്റൊരു മതത്തിലും ഇല്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും വളരെ ഹയസ്റ്റ് വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പുസ്തകമേ ഉള്ളൂ. മറ്റ് മതക്കാർക്കും ഒരു പുസ്തകമേ ഉള്ളൂ. അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ്. എല്ലാ കാലഘട്ടത്തിലേക്കും അത് പ്രായോഗികമായി എന്ന് വരില്ല. അത് ഒരാൾ എഴുതിയ പുസ്തകമാണ്. അയാളുടെ തലയിൽ എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാത്തരം മനുഷ്യരിലേക്കും വേണ്ടതായിട്ടുള്ളത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ പുസ്തകത്തിൽ ഒരു വിഷയമേ ഉള്ളൂ. മനുഷ്യരുടെ താല്പര്യം ഒരു വിഷയമല്ല. അനവധി വ്യക്തികളുടെ വീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ 21ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ളത്. അനവധി വിഷയങ്ങളാണ് ആവശ്യമുള്ളത്. അനവധി വ്യക്തികളുടെ ഗ്രന്ഥങ്ങൾ വേണം, അനവധി വിഷയങ്ങൾ വേണം. അനവധി കാലഘട്ടത്തിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും ഈവൻ കറക്ഷനും വരുത്തിയിട്ട് വേണം നമുക്ക് തരാൻ. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകം ഇന്ന് അതേപോലെ ആപ്ലിക്കബിൾ ആവില്ല. ഞാൻ നിരന്തരം പറയാറുണ്ട്, ഇന്നലെയും പറഞ്ഞു, 100 വർഷം പോലും തികഞ്ഞിട്ടില്ല ലോകത്തെ മാറ്റിമറിക്കുന്ന ചിന്താധാരയാണ് എന്ന് പറഞ്ഞ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾ വന്നിട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വായിക്കാറുണ്ടോ? 10, 30, 35, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അത് റീപ്രിന്റ് 25 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. എന്തേ? അത് ദേശത്തിനും കാലത്തിനും അതീതമായിട്ട് നിലനിൽക്കാത്തത് കൊണ്ടാണ് അതെല്ലാം തിരസ്കരിക്കപ്പെടുന്നത്. ദേശകാലാതീതമായി നിലനിൽക്കുന്നത് അത് ഒരു നാരോ വീക്ഷണത്തോടു കൂടിയാണ് നൽകുന്നതെങ്കിൽ അതും നിലനിൽക്കില്ല. ഇന്ന് അമേരിക്കയിലും വികസിത രാഷ്ട്രങ്ങളിലും ബൈബിള് പൂർണ്ണമായിട്ടും തിരസ്കരിക്കാൻ കാരണം ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്, ഈ ഗ്രന്ഥമല്ലാതെ മറ്റൊന്ന് വായിക്കരുത്, യേശുക്രിസ്തു ഏകരക്ഷകൻ, യഹോവയിലൂടെ മാത്രമേ അന്ത്യവിധി നാളിൽ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കുള്ളൂ. ഈ വരികളെല്ലാം തുറന്നു ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് ആദ്യം പണ്ഡിതരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരുമെല്ലാം ഇത് തിരസ്കരിച്ചത്.
ബൈബിളിനെതിരെ പറഞ്ഞത്. ബൈബിളിൽ ഭൂമി പരന്നതാണെന്ന് പറയുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ ക്രൈസ്തവ മേധാവികളെ കൊല്ലാനും വളരെ വേദനാജനകമായിട്ട് ഇൻക്വിസിഷൻ നടത്താനുമെല്ലാം തീരുമാനിച്ചു. പിന്നീട് അതൊരു സത്യമാണ്, അത് ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ തിരസ്കരിക്കപ്പെട്ടത് അസത്യമായിട്ടുള്ള ബൈബിളാണ്. ഇന്നും മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ അല്ലാതെ ഇസ്ലാം മതം പ്രചരിക്കില്ല. സൗദി അറേബ്യയിൽ പോയാൽ അറിയാം, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഹ്യൂജ് പോപ്പുലേഷൻ വെള്ളമടിക്കാനും വ്യഭിചരിക്കാനും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പ്രവഹിക്കുന്നത്. അപ്പം മക്കടമുഷ്ടി കൊണ്ട് മതത്തിന്റെ നിയമം ഒരു രാജ്യത്തിൽ നിലനിർത്തിയാൽ ജനങ്ങൾ അത് തിരസ്കരിച്ച് അവരുടെ സ്വാതന്ത്ര്യം എവിടെയാണോ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ആ രാജ്യത്ത് ചെന്ന് അവർ ആനന്ദിക്കും. അങ്ങനെ മക്കടമുഷ്ടിയില്ലാതെ അല്ലെങ്കിൽ ഇരുമ്പ് ഉരുക്കിന്റെ നിയമങ്ങളില്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് യഥേച്ഛസി തഥാ ഗുരു, നിനക്കിഷ്ടം ഏതാണോ അത് നീ ചെയ്യുക എന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് ഭാരതത്തിൽ ഇത്രയും അധികം ആചാര്യന്മാർ സ്വതന്ത്ര ചിന്തകളിലൂടെ നിലനിന്നത്. ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ, ചില വീക്ഷണങ്ങളൊക്കെ പരസ്പരം കോൺട്രഡിക്ടറി ആണെങ്കിൽ പോലും അത് വളരാനും ഉണരാനും ഉയരാനും വളർത്താനുമെല്ലാം ശ്രമിച്ചത് ഈ സ്വതന്ത്ര ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ഭാരതത്തിൽ ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനും വായിക്കാതിരിക്കാനും ക്ഷേത്രത്തിലേക്ക് പോകാനും പോകാതിരിക്കാനും മതമേധാവികളുടെ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ലംഘിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു ധർമ്മത്തിലാണ്. ആ യുക്തിവാദികളുടെ അഭിപ്രായങ്ങളെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണത്തിലും എഴുതിയിട്ടുണ്ട്. അവരെ തമസ്കരിക്കുകയോ തൂക്കിക്കൊല്ലുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം അവരുടേതായിട്ടുള്ള വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുരാണങ്ങളും മഹാഭാരതവും രാമായണവും വേദവും ഉപനിഷത്തുക്കളും 5 തലത്തിൽ ഉള്ള വ്യക്തികൾക്ക് ഇന്റലക്ച്വലി, സോഷ്യലി, സൈക്കോളജിക്കലി, മെന്റലി, അക്കാഡമിക്കലി, ഫിനാൻഷ്യലി, എക്കണോമിക്കലി അങ്ങനെ എല്ലാം ഉയർന്നുയർന്നു വരുന്ന വ്യക്തിക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ പുസ്തകമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് തിരസ്കരിക്കപ്പെടുന്നത്. പക്ഷെ അത് ഭാരതത്തിൽ തിരസ്കരിക്കപ്പെടാതിരിക്കാൻ കാരണം ത്രേതായുഗത്തിലെ രാമായണവും ഭാഗവതം, മഹാഭാരതം ദ്വാപരയുഗത്തിലെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയുമെല്ലാം ദേശകാലാതീതമായിട്ട് ഇന്ന് നിലനിൽക്കാൻ കാരണം വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും സ്വീകരിക്കാനും തിരസ്കരിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്തുള്ള വരികളും വാക്കുകളും ഉപയോഗിച്ച് എത്ര ശക്തമായ ഭാഷാപ്രയോഗത്തിലൂടെ എതിർത്താലും അതിനെ തിരസ്കരിച്ചാലും തൃണവത്ഗണിച്ചാലും നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതിനെ കാലചക്രമടിച്ച് തെറിപ്പിക്കുമെന്നുള്ളതിന് തെളിവാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ EMSന്റെ പുസ്തകങ്ങളും LKGയുടെ പുസ്തകങ്ങളും. കമ്മ്യൂണിസത്തിന്റെ ഒരു പുസ്തകവും ഇന്ന് നിലവിലില്ല. അതേസമയം ത്രേതായുഗത്തിലെയും ദ്വാപരയുഗത്തിലെയും പുസ്തകങ്ങൾ ഇന്നും റീപ്രിന്റ് ചെയ്ത് അത് വൻതോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർ വാങ്ങിക്കാൻ തയ്യാറാകുന്നു. എന്താ കാരണം? ഒരു ഉത്തരമേ അതിന് പറയാനുള്ളൂ. മേടിക്കുന്നവരുടെ, സ്വീകരിക്കുന്നവരുടെ, ഉൾക്കൊള്ളുന്നവരുടെ മുമ്പിലിരിക്കുന്ന സദസ്യരുടെ വേവ് ലെങ്ത് അനുസരിച്ചിട്ട് അവർക്ക് സ്വീകരിക്കാൻ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരത് സ്വീകരിച്ചത് എന്ന് തിരുവഞ്ചൂരിലെ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഒരു മഹാസാഗരം പോലെ പമ്പാതീരത്ത് നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സ്, അതായിരുന്നു ചെറുകോൽപ്പുഴയിലെ 1ാമത്തെ ദിവസത്തെ സദസ്സ്. എനിക്ക് ചിന്തിക്കാനേ സാധിച്ചില്ല. കണ്ണട വെച്ചിട്ട് പോലും അങ്ങേയറ്റത്ത് കാണാൻ സാധിക്കില്ല. 100 കണക്കിന് ക്രിസ്ത്യാനികളും ഡസൻ കണക്കിന് മുസ്ലിങ്ങളും അത് കേൾക്കാൻ വന്നിരുന്നു എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. എല്ലാവർക്കും ഭഗവത്ഗീതയുടെ പ്രിന്റഡ് നോട്ട് കൊടുത്തൊരു 30 പോയിന്റ് ഭഗവത്ഗീതയിലെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനായിട്ട് അവർക്ക് കൊടുത്തു.
സമകാലീന പ്രസക്തങ്ങളായിട്ടുള്ള എക്സാമ്പിളുകൾ പറഞ്ഞു കൊടുത്ത് ഓരോ പോയിന്റും അവരെ കൊണ്ടും ഞാനും വായിച്ച് അത് വിവരിച്ച് എന്താണ് ഭഗവത്ഗീത ഇന്നും പ്രസക്തമാവാൻ കാരണമെന്നും തളരുന്ന അർജുനനെ എങ്ങനെ ഉണരുന്ന അർജുനനാക്കി മാറ്റിയെന്നും ആ മാറ്റം വന്നത് മുഴുവനും മനസ്സിലാണ്. മനസ്സിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഭയത്തിൽ നിന്ന് ഭയമില്ലാത്തതിലേക്കും വാശിയിൽ നിന്ന് വാശിയില്ലാത്തതിലേക്കും ദേഷ്യത്തിൽ നിന്ന് ദേഷ്യമില്ലാത്ത അവസ്ഥയിലേക്കും മനസ്സ് മാറുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ ചിന്തകൾ മാറും. ചിന്തകൾ മാറുമ്പോൾ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാറും. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ആകത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആകത്തുകയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ ധന്യമാക്കാൻ ചിന്തകളിൽ മാറ്റം വരണം, വീക്ഷണത്തിൽ മാറ്റം വരണം. നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തിൻ്റെ പരിണത ഫലങ്ങളിൽ മാറ്റം വരണമെങ്കിൽ ദൗത്യത്തിൽ മാറ്റം വരണം. ആ ദൗത്യത്തിലും വീക്ഷണത്തിലും ചിന്തകളിലും മാറ്റം വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മാറ്റം വരണം. ആ മനസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ വളരെ സാധാരണക്കാരാണെങ്കിൽ മനസ്സിൽ മാറ്റം വരുത്താൻ കൊടുക്കേണ്ട കാര്യങ്ങൾ കുറെ കൂടി ഉയർന്നവന് മനസ്സിൽ മാറ്റം വരുത്താൻ കൊടുക്കേണ്ടത്, വളരെ ഉയർന്നവന് മനസ്സിൽ മാറ്റം വരുത്താൻ കൊടുക്കേണ്ട ആ മെറ്റീരിയൽ അത് വ്യത്യസ്തമാണ്. ഭഗവത്ഗീത അർജുനന്റെയും കൃഷ്ണന്റെയും തലത്തിലുള്ളതാണ്. അത് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഭഗവത്ഗീത അർജുനന്റെ തലത്തിലുള്ളവരാണ് മുമ്പിൽ ഇരിക്കുന്നതെന്ന് ധരിക്കരുത്. അത് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൃഷ്ണന്റെ തലത്തിലാണെന്നും ധരിക്കരുത്. കേൾക്കുന്നവന്റെയും കേൾപ്പിക്കുന്നവന്റെയും തലത്തിൽ ആദ്യം ഭഗവത്ഗീത ഉൾക്കൊണ്ട് അത് സാധാരണ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ ഭഗവത്ഗീതയിലെ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാവും? 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ അതേ വീക്ഷണമായിരിക്കില്ല ഭഗവത്ഗീത ഇന്ന് പഠിക്കേണ്ടവർക്ക് വേണ്ടത്. അതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രന്ഥമാണ്. അതിനകത്ത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമല്ലാത്തതായിട്ടുള്ള ചില ഉപദേശങ്ങൾ കാണും. അതുകൊണ്ട് അതിലെ ഓരോ വരിയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അബദ്ധാവും. അതിൻ്റെ വാച്യാർത്ഥം എടുക്കുന്നതിന് പകരം ലക്ഷ്യാർത്ഥം എടുക്കണം. വാക്കുകൾ ചേർത്ത് അർത്ഥങ്ങൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ വാക്ക് പ്രയോഗിച്ചത് ഇന്ന് ആ വാക്കിന് അത്രയും പ്രാധാന്യം ഉണ്ടായി എന്ന് വരില്ല. ആ സന്ദർഭത്തിലല്ല ചെറുകോൽപ്പുഴയിലെ പമ്പാതീരത്ത് ഇരിക്കുന്നവരിയ്ക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ക്രൈസിസാണ്. അതാണ് അവരുടെ മനസ്സിലെ യുദ്ധം. ആ മനസ്സിലെ യുദ്ധത്തിൽ തളരാതെ തകരാതെ വരളാതെ വളരണം. അതിനു വേണ്ടിയിട്ടാണ് ഏത് ഗ്രന്ഥവും പുനർവ്യാഖ്യാനം ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. മെക്കാനിക്കലി ഒരു ഗ്രന്ഥം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്ത് അതിലുള്ളതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. അടുത്ത കാലത്ത് മഹാലിംഗപുരത്ത് പോയി ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മുമ്പ് ക്ലാസ് എടുത്ത വ്യക്തി പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ മോക്ഷത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ആ മോക്ഷം നമുക്ക് കിട്ടിയാൽ ശരിക്ക് ജീവിതത്തിൽ വലിയ സംഘർഷം ഉണ്ടാവില്ല. ആ മോക്ഷത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഹിന്ദു ധർമ്മ ഗ്രന്ഥങ്ങളുടെ മഹത്വം. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഭൗതിക ലോകത്തില് തറക്കേടില്ലാത്ത ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിക്കുന്നവരുടെ മുമ്പില് മോക്ഷമാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവരാ പറയുന്നത് കേൾക്കും, പിന്നെ ജീവിതത്തിൽ പകർത്തില്ല. അല്ലെങ്കിൽ ഈ മോക്ഷം എന്ന വാക്കിന്റെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ജീവാത്മാവ് മരണശേഷം ഇനി പുനർജന്മത്തിന് താല്പര്യമില്ലാത്ത വിധത്തില് പരമാത്മാവുമായിട്ട് ചേരുന്നത് പരമമായ മോക്ഷം. അത് പാരമാർത്ഥിക മോക്ഷമാണ്. പക്ഷെ വ്യാവഹാരിക മോക്ഷമുണ്ട്. അത് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തില്ല. വ്യാവഹാരിക മോക്ഷമാണ് ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഉള്ളവർക്ക് എത്ര രസകരമായിട്ടത് മനസ്സിലാകുമായിരുന്നു. ഇവിടെ മോക്ഷം 2 തരത്തിലുള്ള മോക്ഷം. ഒന്ന് ഭൗതിക മോക്ഷമുണ്ട്. നല്ല ഡയബറ്റിക്സ് ഉള്ള വ്യക്തിക്ക് പഞ്ചസാര കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലും
എനിക്ക് ഇനി അത് കഴിക്കാൻ താല്പര്യമില്ല, പഞ്ചസാര ഇല്ലാത്തത് മതി, പഞ്ചസാരയും പഞ്ചസാരയുള്ള സാധനങ്ങൾ കഴിക്കണമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള മോഹവുമില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോഴാണ് മോഹസ്യ ക്ഷയം മോക്ഷം. അത് ഭൗതിക മോക്ഷമാണ്. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെവിയിലൂടെ കേൾക്കണം, കേട്ടേ മതിയാവൂ. കണ്ണിലൂടെ കാണണം, കണ്ടേ മതിയാവൂ. മൂക്കിലൂടെ അതിൻ്റെ ഗന്ധം അറിയണം, അറിഞ്ഞേ മതിയാവൂ. നാക്കിലൂടെ അതിൻ്റെ ടേസ്റ്റ് അറിയണം, അറിഞ്ഞേ മതിയാവൂ. ത്വക്കിലൂടെ അതിൻ്റെ സ്പർശന സുഖമറിയണം, അറിഞ്ഞേ മതിയാവൂ എന്നുള്ളതിൽ നിന്ന് അതിലൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് എത്താനുള്ള സമയമായില്ലേ, ഇനി അത് വേണ്ടെന്ന് വെച്ചൂടെ എന്ന് മനസ്സ് അവനവനോട് ചോദിച്ച് ആ മോഹങ്ങളെ സ്വയം ഇല്ലാതെയാക്കുന്ന ലെവലിലേക്ക് ഉയരണമെന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമമോക്ഷം. ധാർമ്മികമായിട്ട് ജീവിക്കാം, ധാർമ്മികമായിട്ട് ധനം സമ്പാദിക്കാം, ധാർമ്മികമായിട്ട് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാം, എന്നിട്ട് ആഗ്രഹങ്ങളിൽ നിന്നും മോചനം നേടുക. ഇതാണ് ഹിന്ദു ധർമ്മത്തിലുള്ള അഡീഷണൽ കാര്യം. ആ നാലാമത്തെ പോയിന്റ് മറ്റു മതങ്ങളിലില്ല. മോചനം നേടുക, ആഗ്രഹങ്ങളിൽ നിന്ന് മോക്ഷം നേടുക. അതിന് കയറിയിട്ട് സ്വർഗത്തിലേക്ക് പോവലും അതിന് കയറിയിട്ട് ജീവാത്മാവ് പരമാത്മാവിൽ ചേരലുമാണെന്ന് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക അവർക്ക്? അവർ കേൾക്കും, ഒരു ആത്മീയ പ്രഭാഷണമായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിവരണം കൊടുക്കാതെ ഭൗതിക ജീവിതത്തിൽ എങ്ങനെയാണ് തസ്മാദുത്തിഷ്ഠ കൗന്ദേയ എന്നുള്ളതും ദുഃഖേഷു അനുദ്വിഗ്നമന എന്നുള്ളതും ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ളതും യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനഃ എന്നും നഹി കശ്ചിത് കല്യാണം നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത് എന്നും ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനക എന്നുള്ളതും ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മുക്ഷ്യതി അശുഭാത് എന്നുള്ളതും യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. ഈ വരികളെല്ലാം പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് വലിയ ആവേശമൊന്നുമില്ലാതെ അപ്രസക്തമായിട്ടുള്ള തമാശകളെല്ലാം മാറ്റിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടും കണ്ട് വായിച്ച് പഠിക്കാൻ വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് വ്യക്തികൾ തിങ്ങി നിറഞ്ഞ ആ ഹിന്ദുമത സമ്മേളനം എത്ര ധന്യമായിരുന്നു എന്ന് ചെറുകോൽപ്പുഴയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തോന്നി. വളരെ ഗംഭീരമായിട്ടുള്ളൊരു അനുഭൂതി ആയിരുന്നു അത് എന്നുള്ളത്. ഈ രണ്ട് പ്രഭാഷണങ്ങൾ, തിരുവഞ്ചൂർ നടന്ന പ്രഭാഷണവും ഇന്നലെ ഇതുപോലെ രാത്രി ചെറുകോൽപ്പുഴയിൽ നടന്നതും, അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഏതാണ്ട് 2 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. 2 പ്രഭാഷണത്തിൻ്റെയും ആത്മസംതൃപ്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള സന്തോഷവും അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാൻ കുറേ പേർക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഓരോ പ്രഭാഷണത്തിലെയും കണ്ടന്റുകൾ ഇതേപോലെ വിവരിക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇവിടെ വീഡിയോ എടുക്കാറില്ല, അത് കാരണം അത് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതേപോലെ പറഞ്ഞതായിരിക്കാം ചില കാര്യങ്ങൾ ആവർത്തന വിരസത തോന്നാത്ത വിധത്തിൽ അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. പ്രണാമം, നമസ്കാരം.